അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ FPS നമ്മുടെ ബസ്സിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നല്ലോ, നമ്മുടെ 30 FPS അതുപോലെ 16 FPS. അപ്പോൾ ഈ രണ്ട് സംഭവത്തിൻ്റെ വ്യത്യാസം, അതുപോലെ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ആ ഒരു മാസം ഉപയോഗിച്ചിട്ട് ഞാൻ 2 FPS-ലും ഗെയിം കളിച്ച് നോക്കി. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ 30 FPS ആണോ അതോ 60 FPS ആണോ ഏറ്റവും നമുക്ക് ഓടിക്കാൻ കുറച്ചും കൂടി സുഖം ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എനിക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 FPS കളിച്ചാലും 60 FPS കളിച്ചാലും നല്ല വ്യത്യാസമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 30 FPS കളിക്കുന്ന പോലെയല്ല, നമ്മൾ 60 FPS മാറുമ്പോൾ കുറച്ച് സ്മൂത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം ലാഗ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞാൽ നമുക്കങ്ങനെ ഫുൾ ഗ്രാഫിക്സിലൊന്നും ഇട്ട് കളിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ വേറൊരു സംഭവം വെച്ചാൽ ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഹീറ്റിംഗ് കുറച്ചൊക്കെ 60 FPS കൂടുതൽ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 FPS നമ്മൾ 1 മണിക്കൂർ ഗെയിം കളിക്കുക, അതിനുശേഷം പിന്നെ 60 FPS അതേ 1 മണിക്കൂർ ഗെയിം കളിക്കുക. അപ്പോൾ തമ്മിൽ നമ്മുടെ ഹീറ്റിങ്ങിന് വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ചാർജിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നത് നമ്മുടെ 60 FPS കാരണം നമ്മുടെ CPU എന്നാണല്ലോ ഈ ഒരു FPS വർക്കാവുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലോഡ് എടുക്കും CPU. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജും കുറയും, അതുപോലെ ഹീറ്റിങ്ങും കൂടും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ബാറ്ററിയിലും അതുപോലെ ഹീറ്റിങ്ങിലൊക്കെ എനിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 60 FPS നമ്മൾ ലാഗ് കുറയുമെന്ന് പറഞ്ഞാലും ചില സ്ഥലത്തൊക്കെ ലാഗ് കുറയുള്ളൂ. നമ്മൾ ഫോൺ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ 30 FPS കളിക്കില്ലേ, അതിനേക്കാളും കൂടുതലായിട്ടായിരിക്കും നമ്മുടെ ഒരു ലാഗ് വരിക നമ്മുടെ 60 FPS. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലാഗ് കുറയ്ക്കുക എന്നുള്ളൊരിതും കൂടിയാണ്. പിന്നെ അത് ഹെവി ഫോണുകളിലൊക്കെയാണ് ഇതിനും കൂടുതൽ 60 FPS മുകളിൽ കുറേ ഇത് വരാണ്ട് 90 FPS എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വലിയ ഫോണുകൾക്കേ പറ്റുള്ളൂ, നമ്മുടെ ഒന്നും ഫോണുകൾക്ക് പറ്റില്ല. ചെറിയ 2GB 3GB അതിലൊന്നും നടക്കില്ല. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ക്ലാരിറ്റി അത് മാറുന്നുണ്ടാവും. അത് ക്ലാരിറ്റി മാറില്ല ശരിക്കും, അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വ്യത്യാസം അറിയുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ 30 FPS ആ ഒരു ഡ്രൈവിങ്ങാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ 60 FPS വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം സ്റ്റക്കായിരുന്നൊരു സംഭവം ഇപ്പോൾ അത്യാവശ്യം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഫോൺ നല്ല ഹീറ്റാവുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ FPS കുറിച്ച് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.